മൈ ചാനൽ. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ചൂര വെച്ചിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. ചൂരമീൻ വെച്ചിട്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഫസ്റ്റ് തന്നെ ഞാനിവിടെ ഒരു മുറി തേങ്ങ ഫുള്ള് ചിരകിയത് എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ ഒരു പീസ് ഇഞ്ചി, അതുപോലെ തന്നെ ഒരു 7-8 അല്ലി വെളുത്തുള്ളി, ഇത്രയും കൂടിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതേ നമ്മൾ ഇവിടെ ഞാനിത് ഏകദേശം ഒരു കുറച്ച് മാത്രമേ ഉള്ളൂ, നമ്മൾ എടുത്തതിൻ്റെ കുറച്ച് ബാക്കി വെച്ചിട്ടുള്ളതായിരുന്നു. അപ്പോൾ ഇവിടെ 1/2 കിലോ നമ്മൾ മീനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിന് കുഞ്ഞു കുഞ്ഞു പീസായിട്ടൊന്ന് കട്ട് ചെയ്യണം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചിയും വെളുത്തുള്ളിയും നമ്മൾ ഇതുപോലെ ഒരു ഇടികല്ലിലിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ചതച്ചെടുക്കാം. ഇതിന് പകരമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ മിക്സിയിലിട്ടിട്ട് ഒന്ന് ചതച്ചെടുത്താൽ മതി. ഫസ്റ്റ് നമുക്ക് തേങ്ങ നന്നായിട്ടൊന്ന് അത്യാവശ്യം ഒന്ന് വറുത്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ചിട്ടുണ്ട്. ആവശ്യത്തിന് നമുക്ക് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരല്പം മാത്രം ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഈ ഉലുവ നന്നായിട്ടൊന്ന് ചൂടായി ഒന്ന് പൊട്ടി വരണം. ശേഷം നമുക്ക് ചതച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി വെളുത്തുള്ളി ആ ഒരു മിക്സ് നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. അത് അത്യാവശ്യം ഒന്ന് മൂത്ത് വരണം. ഇനി ഈ ഒരു തേങ്ങയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. പിന്നെ ഒരുപാടങ്ങ് വറുത്തെടുക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ കുറച്ച് സമയം നമുക്ക് ഇതുപോലെ തന്നെ ഒന്ന് വറുത്തെടുക്കാം. അത്യാവശ്യം ഒന്നായി വരുമ്പോഴേക്കും നമുക്കിതിലേക്ക് പൊടികളാണ് ഇനി ഇട്ട് കൊടുക്കേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ മഞ്ഞൾപ്പൊടി കുറച്ച് ഒരല്പം മാത്രം ഇട്ട് കൊടുക്കുക. 1/4 ടീസ്പൂൺ വേണ്ട കാര്യമില്ല. ഇനി 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ കുരുമുളക് പൊടി അത്യാവശ്യത്തിന് മാത്രം ഒരല്പം മാത്രം ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്കിതേ നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുത്ത ശേഷം ഒന്നുകൂടി ഒന്ന് വറുത്തെടുക്കാം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇനിയിപ്പോൾ ഇതിൻ്റെ ഫ്ലെയിം നമുക്ക് ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അത്യാവശ്യം ഒന്ന് തണുത്ത് കഴിഞ്ഞ ശേഷം ഇത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് അരച്ചെടുക്കുകയാണ് വേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ വെള്ളം ചേർക്കാതെ ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് അരച്ചെടുക്കുന്നുണ്ട്. ശേഷം ആവശ്യത്തിന് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് അതും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മളൊന്ന് അരച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് 4-5 കഷ്ണം ചെറിയ ഉള്ളി ഇവിടെ ഞാൻ അരിഞ്ഞെടുക്കുന്നുണ്ട്. ഇനി ഒരു 2-3 പച്ചമുളക്, ഒരു പീസ് പുളി, പിന്നെ നമുക്ക് വേണ്ടത് കറിവേപ്പിലയാണ്. ഇവിടെ നമ്മൾ കറിവേപ്പില എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് കറി റെഡിയാക്കാനുള്ള ആ ഒരു ചട്ടി വെച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് റെഡിയാക്കി തുടങ്ങാം. ഫസ്റ്റ് തന്നെ നമ്മൾ ആവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അത് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു ചെറിയ ഉള്ളി ഇട്ട് കൊടുക്കാം. ശേഷം പച്ചമുളക്. ഇനി ഇത് അത്യാവശ്യം നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരുപാടങ്ങ് ഫ്രൈ ആക്കി എടുക്കാനായിട്ട് പാടില്ല. അപ്പോൾ അതിൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. അപ്പോൾ അത് ശ്രദ്ധിക്കുക. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയാണ് ഇട്ട് കൊടുക്കാനായിട്ട് പോകുന്നത്. ഇനി നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള ആ ഒരു പുളി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് ഞാനത് കഴുകി വെച്ചിട്ടുള്ള പുളിയാണ്. അപ്പോൾ ചെറിയ 2 പീസാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത്. വലിയ പീസാണെന്നുണ്ടെങ്കിൽ ഒരു പീസ് മതിയാകും. അപ്പോൾ ഇത് നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിനോടൊപ്പം തന്നെ നമ്മൾ കല്ലുപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ കല്ലുപ്പ് നമുക്ക് ഒന്നുകൂടി നമ്മുടെ ശരീരത്തിനൊക്കെ നല്ലതാണ്.
ശേഷം നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു അരപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇത് ഒഴിച്ച് കൊടുത്ത ശേഷം അതിലേക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പം ഇത് നന്നായിട്ടൊന്ന് തിളയ്ക്കുകയാണ് വേണ്ടത്. അപ്പോൾ കുറച്ച് നേരം ഞാൻ വെച്ചിരുന്നു, അപ്പോൾ തിളയ്ക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് തിളയ്ക്കുമ്പോഴേക്ക് നമ്മൾ ആ ഒരു പീസ് മീൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്ക് ഇതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കഴിഞ്ഞ ശേഷം അടച്ച് വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ കുറേ സമയത്തിനുള്ളിൽ നമ്മൾ തുറന്നിട്ടുണ്ട്. നമ്മുടെ നല്ല കിടിലൻ ടേസ്റ്റി ആയിട്ടുള്ള മീൻകറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഫൈനലി നമ്മൾ കുറച്ചും കൂടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. എത്രത്തോളം ഇട്ട് കൊടുക്കുന്നോ അത്രത്തോളം ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ ഇത് നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇനി ഇങ്ങനെയാണ് നിങ്ങൾ ഉണ്ടാക്കുന്നതെന്നുണ്ടെങ്കിൽ താഴെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുൾ ആണെന്ന് തന്നെ പ്രതീക്ഷിക്കുകയാണ്. എല്ലാവരും സേഫായിട്ടും ഹെൽത്തി ആയിട്ടും ഇരിക്കുക. നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.